അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഒരൊറ്റ കപ്പ് പഞ്ചസാര, ഉള്ള ഒരു കപ്പ് പഞ്ചസാര ഇടാം. 1 കപ്പ് ഓയിൽ, സെയിം അളവ് തന്നെ 1 കപ്പ് ഓയിൽ. 1/4 കപ്പ് ഫ്രഷ് തൈര്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ വിസ്കോ ബീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എണ്ണയും തൈരും പഞ്ചസാരയും കൂടെ ഒന്ന് ലയിച്ച് ചേരണം. അപ്പോൾ നമ്മളൊന്ന് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ കേക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത സാധനങ്ങൾ ചേർക്കാം. ഒരു അരിപ്പ് വെച്ച് മൈദ മാവ് ഒരു 1.5 കപ്പ് മൈദ മാവ്, കൊക്കോ പൗഡർ ഒരു 2 ടീസ്പൂണ്, ടേബിൾ സ്പൂണാണ്. ഇത് 1.5 ടേബിൾ സ്പൂണിൻ്റെ അളവാണത്. ബേക്കിംഗ് സോഡ ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അരിപ്പിലിട്ട് അരിച്ചെടുക്കണത്. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഇതിൽ ആദ്യം ഇതൊന്ന് മിക്സ് ആയി വരട്ടെ. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാൽ കൂടി വയ്ക്കാം. 1, 2, 3, 4 മതി. നോക്കിയിട്ട് നമുക്ക് ബാക്കി ആഡ് ചെയ്യാം. ഒരു ബാറ്റർ ഒരു എന്താ പറയുക, കട്ടിയുമല്ല കട്ടിയല്ലാത്ത പോലെ ഒരു തിക്ക് ഫീൽഡ് കിട്ടണം. അപ്പോൾ പാൽ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം ബാറ്റർ. ഇതാണ് എൻ്റെ ബാറ്ററിൻ്റെ ഒരു കട്ടി. നമുക്കിനി കേക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കേക്ക് ട്രേ എടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. സംഭവം പിടിക്കരുത്. സിറ്റും സൈഡും ഒക്കെ ലേസമായി കൊടുക്കാം, അല്ലെങ്കിൽ വിട്ട് വരും, ചിലപ്പോൾ പാടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. കത്തുണ്ട്, വെയിലായതുകൊണ്ട് കാണില്ല. ഇനി നമുക്കൊരു ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം മുകളിൽ വെച്ചെടുക്കാം. അത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ചൂടാവട്ടെ. ഇനി നമുക്ക് തുറന്നിട്ട് ചൂടായിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇത് മുട്ടത് ചൂടാണ് സംഗതി. ഇനി ഒരു 30 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെക്കണം. 30 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കേക്ക് തുറന്ന് നോക്കാം. അടിപൊളി സംഗതി വെന്തു. ഈ കോലിൽ എന്തെങ്കിലും ഒട്ടി നിൽക്കുകയാണെങ്കിൽ കേക്ക് വെന്തിട്ടില്ല എന്നാണ്. അപ്പോൾ വെന്ത് കേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് ഒരു 1/4 കപ്പ് മൈദ, നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കൊക്കെ ചെയ്യാം. മൈദ നമ്മൾ കറക്റ്റ് അളവാണ്, നമുക്കൊരു കേക്കിന് വേണ്ട അളവാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര ഇവിടെ നിങ്ങൾക്ക് അളവ് കുറയ്ക്കൊക്കെ ചെയ്യാം. പഞ്ചസാരൻ്റെ മധുരത്തിൻ്റെ നിങ്ങൾക്ക് മധുരത്തോടുള്ള താല്പര്യം പോലെ. ഇനി ഒരൊറ്റ സ്പൂണ് കൊക്കോ പൗഡർ, ടേബിൾ സ്പൂണാണ്.
നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ ഇത് ചൂടാക്കിയെടുക്കാം. ഒരു ലൈറ്റ് തീ വെച്ചിട്ട് ചൂടാക്കിയെടുത്താണ്. അപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിരുന്നു. നമുക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുത്താൽ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി. മധുരമൊക്കെ അതിലോട്ട് ആവശ്യത്തിന് ചേർക്കുക. നമ്മൾ ഒരുപാട് മധുരം ചേർത്തില്ല, അളവിനുള്ള മധുരമാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ കട്ടയാവും. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്യാനൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് ഇറക്കി വെച്ച് കേക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കേക്കിന് മുകളിൽ ഡിസൈനൊക്കെ ചെയ്യാം. ഇനി നമ്മുടെ കേക്ക് എടുത്ത് വെച്ച് നമുക്ക് കേക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇത് ചൂടാറിയാലേ ശരിക്കും ഇതുപോലെ വിട്ട് വരുള്ളൂ. ഓക്കെ, നമുക്ക് ഈ കേക്കിനൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ക്രീം എടുത്തിട്ട് ഇവിടെ ലേശം അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത പീസിനെ നമുക്ക് ഇവിടെ നിർത്തി വയ്ക്കാം. അതുപോലെ ഈ കട്ട് ചെയ്ത പീസിനെ ഇവിടെ നിർത്തി വയ്ക്കാം. ഓക്കെ, നമുക്ക് മൊത്തം ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞ് ഇനി നമുക്കൊരു ചെറിയ ഡിസൈൻ വർക്ക് ചെയ്തെടുക്കാണ്ട്. ഇതൊക്കെ നമ്മളുണ്ടാക്കിയ വിപ്പിംഗ് ക്രീമാണ്. ഇതുപോലെ കുനുകുനാന്ന് പാസി. ഇത് കേക്കിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് വെള്ളയോ ഒരെണ്ണം താഴെ കൊണ്ട് നമുക്ക് എടുക്കാം. വെള്ളം പെട്ടെന്ന് അറിയും. ഇനി വൈറ്റ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നോ എന്ത് പണ്ട് എഴുതാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ കേക്ക് മുറിക്കാം. നല്ല സൂപ്പർ സ്മൂത്തായിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഹാപ്പി ബർത്ത്ഡേ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി കേക്ക്. എന്നാൽ വിനീതേ, നമ്മുടെ വിനീതിന് ആദ്യം കൊടുക്കാം. അത് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയട്ടാ. അങ്ങനെയുണ്ട് സംഭവം. നമ്മൾ നൈസായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. കടയിലെ ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല അതിന്. ഇത് വേറെ ടേസ്റ്റ്, നമ്മുടെ ഹോം മെയ്ഡ് ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ള സംഭവം. കടയിൽ ടേസ്റ്റ് പറഞ്ഞാൽ അത് നമുക്ക് വിപ്പിംഗ് ക്രീമും അതും ഇതൊക്കെ വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എങ്കിലും നമുക്ക് എന്താ ടേസ്റ്റ് ഒന്ന് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ? നല്ല സോഫ്റ്റ് കേക്ക്, എവിടെയും കരിയെ പിടിക്കൊന്നും ചെയ്തിട്ടില്ല. കൊള്ളാം. അത്ര മധുരമൊന്നുമില്ല അല്ലേ? ഒരുപാട് മധുരം ഞങ്ങൾ ചേർത്തില്ല, മധുരം കുറച്ച് കുറച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ഉപയോഗിച്ച് മിക്സ് ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് കഴിക്കാം. ഓക്കെ, എന്തായാലും പൊളി കേക്കാണ്. സ്റ്റൈൽ നോക്കിയാൽ എൻ്റെ പുട്ടിങ് സ്റ്റൈലും കണ്ട അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ക്രീം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയമെടുക്കും. അതേപോലെ തന്നെ ക്രീമിൻ്റെ മുന്നിൽ നമ്മൾ മറ്റേ എന്താ പറയുക, കുറച്ച് ബട്ടർ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. പക്ഷേ ബട്ടർ ചേർക്കാണ്ടിരുന്നാൽ നമുക്ക് ഏത് രീതിക്ക് വേണം എടുക്കാം. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ എന്തറിയോ, ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലേ?
ബട്ടർ അതുകൊണ്ട് ഞങ്ങൾ ബട്ടർ ചേർത്തില്ല. ഞങ്ങൾ ഒരു 3 സാധനങ്ങൾ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. വീഡിയോ കൂടുതൽ വൈകിക്കുള്ളത് അതുകൊണ്ടാണ്.